മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിന് ശേഷം ഒരു സൈഡിൽ കുറേ സന്തോഷമുണ്ട്. കാരണം JPCൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടിയ വർഷമായത്. 700 മുകളിൽ 2 പേര്, അതിൽ തന്നെ 711 മാർക്ക് വരേക്ക് JPCന് ഈ വർഷം വാങ്ങിക്കാൻ പറ്റി. ഈ ഒരു സന്തോഷത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്കിടയിൽ തന്നെ കിട്ടിയ ആളുകളും കിട്ടാത്ത ആളുകളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവർ എല്ലാവരും ഒരേപോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളാണ്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു 610 താഴത്തേക്ക് മാർക്കായി പോകുമ്പോൾ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യൂ എന്നുള്ള രീതിയിൽ റൂമിനുള്ളിൽ അടച്ചിട്ടിരുന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാത്ത കുറേ കുട്ടികളുണ്ട്. പലരുടെയും ഫോൺ കോളുകളിലും അവരുടെ പാരൻസിൻ്റെ ഫോൺ കോളുകളിലും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അവരത്ര കണ്ടിട്ട് എഫേർട്ട് എടുത്തിരുന്നു. ആ എഫേർട്ട് എടുത്തിട്ട് കിട്ടാതെ പോയതിൻ്റെ വിഷമം അവർക്ക് കരഞ്ഞിട്ടും തീരുന്നില്ല. ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഓരോ കുട്ടിയും മെയ് 5-ാം തീയതി എൻ്റെതാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറിപ്പോയ കുട്ടികൾ, തിരിച്ചിറങ്ങിയപ്പോൾ സന്തോഷത്തോടു കൂടെ വന്ന കുട്ടികൾ ആ ആൻസർ കീ നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കൺട്രോളൊക്കെ പോയി. പിന്നീട് ഇന്ന് വരെ റൂം തുറക്കാതിരിക്കുന്ന മക്കളും വെറും വെള്ളം മാത്രം കുടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ഇതുപോലെ ചുമ്മാ ഇനിയും ലൈഫിൽ പിന്നോട്ടിരിക്കേണ്ട ആൾക്കാരല്ല, നമ്മൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകേണ്ട ആളുകളാണ്. എങ്ങനെ നമ്മൾ കരഞ്ഞിരുന്നുകൊണ്ട് എന്താ കിട്ടുന്നത്? നമ്മൾ ലൈഫിൽ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ വിട്ടിട്ട് പോകും. നമ്മൾ കരഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? കരയണം, ശരി. നമ്മുടെ ഉള്ളിൽ നമുക്ക് വിഷമമുണ്ടെന്നാണ് നമ്മൾ കരയും. പക്ഷെ മറിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ, അതിനെ നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് പോകുമ്പോൾ അതിന് നമുക്ക് മുന്നോട്ടേക്ക് ആ കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു കാര്യത്തിൽ നമ്മുടെ തോൽവിയല്ല, നമ്മൾ പരിശ്രമിച്ചിട്ട് എവിടെയോ നമുക്ക് കിട്ടാതെ പോയേക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഇനിയും അത് നേടിയെടുക്കാം. പക്ഷെ നമ്മളിന്ന് വിട്ടുപോയ ആൾക്കാർ നമ്മളിലേക്ക് എന്തെങ്കിലും വരുമോ? നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അവരോട് ഒന്നും കൂടെ സംസാരിക്കായിരുന്നു. അവസാന മൊമെന്റിൽ ചിലപ്പോൾ അവർ വിളിച്ച കോളുകൾ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവും. അവസാനമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റാതെ പോയിട്ടുണ്ടാവും. ജീവിതത്തിൽ എന്നും അത് ഉള്ളിൽ നമുക്കൊരു വിങ്ങലായിട്ട് കിടക്കും. അവസാനമായിട്ട് എനിക്ക് ഒന്നും കൂടെ വിളിക്കായിരുന്നു, എനിക്ക് ഒന്നും കൂടെ കാണണമായിരുന്നു, എനിക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും നടക്കൂല. പിന്നെ ലൈഫിൽ അവരോട് സംസാരിക്കാനുള്ള ഒരു മൊമെന്റ് ആഗ്രഹിച്ചിട്ട് ജീവിതത്തിൽ നമുക്കിനി ഒരിക്കലും നടക്കാത്ത രീതിയിലേക്ക് അത് മാറിപ്പോയി. അവർ നമ്മളിൽ നിന്ന് പോയി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾ ഈ ഒരു വർഷത്തെ കഷ്ടപ്പാടുകൾ എവിടെയും ഇല്ലാണ്ടായിപ്പോയി, പക്ഷെ എവിടെയും പോയിട്ടില്ല. ആ കഷ്ടപ്പാടുകളെ മാക്സിമം എനർജിയോടുകൂടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്നാണെങ്കിൽ ആ ഫയർ മാക്സിമം എരിഞ്ഞ് നമുക്ക് മുന്നോട്ടേക്ക് പറക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾ സ്റ്റെത്തും വൈറ്റ് കോട്ടും ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പലരും ഉണ്ട് ഈ ലോകത്ത്. പല കുട്ടികൾക്കും വൈറ്റ് കോട്ട് സ്റ്റെത്തും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ തസ്കീനെ പോലെയുള്ള ആളുകൾ. നിങ്ങൾ ആലോചിക്കുക, ലൈഫിൽ ഇനിയും മുന്നോട്ടേക്ക് കുതിച്ചു വരണം എന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എവിടെയും കൊണ്ടിട്ട് തീരാനുള്ള ആളുകളല്ല. ഇനിയും മുന്നോട്ടേക്ക് തന്നെ പോകണം. വീട്ടിൻ്റെ ഉള്ളിൽ ഇനിയും കരഞ്ഞിരിക്കേണ്ട കുട്ടികളല്ല നിങ്ങൾ. കരച്ചിലും മറ്റും മാറ്റി ഭക്ഷണം കഴിക്കാൻ നോക്കണം. ഫുഡ് കഴിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കുക. ഒന്നിരുന്ന് ആലോചിക്കുക, എനിക്കിത് പറ്റിയതാണ്. ഈ ആഗ്രഹം വിട്ടിട്ട് മറ്റു കോഴ്സിന് പോകാൻ ഞാൻ തയ്യാറാണ്. മറ്റു കോഴ്സിന് പോകാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, നിങ്ങൾ പോയിക്കോ. അതല്ല, ലൈഫിനുള്ളിൽ ഇത് അത്ര ആഗ്രഹിച്ചാണ്, എനിക്ക് ഈ ലൈഫിന് ഇത് മാറ്റി നിർത്താൻ പറ്റൂല, ഞാൻ ഡോക്ടർ ആവും, അത് തീരുമാനം എടുത്തിട്ടാണെങ്കിൽ ഇറങ്ങിത്തിരിക്കുക. ഇനിയും ചുമ്മാ വീട്ടിലിരുന്നിട്ട് കരയാനുള്ള കുട്ടികളല്ല നിങ്ങൾ. ആഗ്രഹിച്ചിട്ടുണ്ട്, ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് ആഗ്രഹം നിറവേറ്റിയിട്ട് വരേണ്ട കുട്ടികളാണ് നിങ്ങൾ. അപ്പം ആഗ്രഹിക്കുന്നിടത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ആളും ഉണ്ടാവും. മക്കളെ, ഇനി വീട്ടിനുള്ളിൽ കരഞ്ഞിരിക്കരുത്. ഇറങ്ങുക, ഏറ്റവും ബെസ്റ്റായിട്ട് ലൈഫിൽ ഏറ്റവും വലിയ നേടിയെടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക. നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ചില കാര്യങ്ങൾക്കിടയിൽ എവിടേക്കോ തടസ്സങ്ങൾ വന്നു. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകണം, മുന്നോട്ടേക്ക് തന്നെ പോവുക. ലൈഫിൽ എങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുക. അതിനെന്ത് സപ്പോർട്ടിനും JPC കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഠിക്കാൻ എന്ത് സപ്പോർട്ടിനും ഞങ്ങളുണ്ടാവും. നിങ്ങൾക്ക് വിളിക്കുക JPCയിലേക്ക്. ഓക്കെ മക്കളെ, താങ്ക് യു, ബൈ.